സിനിമ കാണുന്ന എല്ലാവരും എന്ന് റിവ്യൂവേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല, ദാറ്റ് ഇസ് ഓക്കെ. പക്ഷെ അത് ചെറിയൊരു അതിന്റെ ഒരു പെർസ്പെക്റ്റീവ് മാറിപ്പോകുന്നത് ഇപ്പോ ഈ ഓണസ്റ്റ് റിവ്യൂ എന്നുള്ളതിനേക്കാൾ വാല്യൂ ദ ഫസ്റ്റ് റിവ്യൂ എന്നുള്ളതിനുണ്ട് എന്നൊരു എന്നൊരു വസ്തുത നിലനിൽക്കുന്നത് കൊണ്ട് ഇപ്പൊ സിനിമ കണ്ട ഉടനെ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കണ്ട് ഫസ്റ്റ് ഹാഫ് ആകുമ്പോൾ അപ്പൊ തന്നെ ഒരു അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രവണത ഇന്നുണ്ട്. അതെനിക്ക് പലപ്പോഴും ഒരു സ്ക്യൂഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മള് അറ്റ്ലീസ്റ്റ് എന്റെ കാര്യം, ഞാൻ എന്നെ കുറിച്ച് മാത്രം സംസാരിക്കാം. എനിക്കിപ്പോ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഐ നീഡ് എ ബിറ്റ് ഓഫ് ടൈം. ആ സിനിമ കണ്ടു, അതൊന്ന് ലെറ്റ് ഇറ്റ് സിറ്റ് വിത്ത് മീ, മേ ബി ഫ്യൂ അവേഴ്സ് അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് ആക്ച്വലി ആ സിനിമയിൽ നിന്ന് എനിക്ക് കിട്ടിയത് എന്താണെന്നുള്ളത് പൂർണ്ണമായിട്ടും എനിക്ക് തന്നെ അതിനെ ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കുക. ഈ കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ വന്ന് ഒരു ഫോൺ ഓൺ ആക്കി ഒരു 15 മിനിറ്റ് ആ സിനിമയെ കുറിച്ച് സംസാരിക്കുക, അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അത് പലപ്പോഴും എങ്ങനെയാണെന്ന് എനിക്ക് പിടികിട്ടിട്ടില്ല. സോ ഈ ഇന്നത്തെ സൊസൈറ്റിയുടെ ഒരു ഇതാണ്, അതായത് സത്യം എന്നുള്ളതിനേക്കാൾ ആദ്യം എന്നുള്ളതിന് വില കൂടുതലാണെന്ന് എന്നുള്ളതിന്റെ ഒരു പരിണാമ ഫലമാണ്. അപ്പൊ അത് മാത്രമേ ഉള്ളൂ ഇതിന്റെ കുഴപ്പം. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഈ സിനിമ ആദ്യമായി തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ ഈ സിനിമ എങ്ങനെ സ്വീകരിക്കുന്നു, അവർക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടുന്നത് എന്താണ് എന്നറിയാൻ വേണ്ടി തന്നെയാണ്. ഈ ഇതിലൊരു കാര്യം ചെയ്യാനുള്ളത്, ഈ ഒരുപാട് സിനിമകൾ ചെയ്യുമ്പോഴെല്ലാം ഈ ക്യാരക്ടേഴ്സിനെ പറ്റി പറയാറുണ്ടല്ലോ. അപ്പൊ ചില ക്യാരക്ടേഴ്സ് ഹാങ് ഓവർ തരാം. പക്ഷെ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ ഡിറ്റാച്ച്മെന്റ് ഈസിയാണ് പലപ്പോഴും സിനിമയ്ക്ക് ശേഷം എന്നുള്ളത്. ഈ ഡബിൾ മോഹനൻ എങ്ങനെയാണ് ശരിക്കും ഈസിലി ഡിറ്റാച്ചബിൾ ആണോ, സ്റ്റിൽ ഹാങ് ഓവർ ഉണ്ടോ? ഡിറ്റാച്ച്മെന്റ് ഈസി എന്ന് പറഞ്ഞത് കഥാപാത്രങ്ങളിൽ നിന്നല്ല, ഞാൻ സിനിമയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകാറുണ്ട്. ഇപ്പോ നാളത്തെ ദിവസം കഴിഞ്ഞാൽ ഇപ്പൊ വിലായത്ത് ബുദ്ധയുടെ റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും എനിക്കത് എന്നെ സംബന്ധിച്ചിടത്തോളം ദാറ്റ്സ് ഓവർ. ഇനി അടുത്ത സിനിമ എന്ത് ചെയ്യാന്നുള്ളതാണ്. ക്യാരക്ടേഴ്സിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകാൻ എനിക്കൊരു വലിയ പ്രിവിലേജ് ഉണ്ടായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഐ ആം എൻ ആക്ടർ ഹൂസ് ബീൻ വെരി ലക്കി ഇൻ ദ സെൻസ് കണ്ടിന്യൂസ് എനിക്ക് സിനിമകളും വ്യത്യസ്ത കഥാപാത്രങ്ങളും എന്നെ തേടി എത്തിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു നടനാണ്. അപ്പൊ ആ ഒരു ഭാഗ്യം എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ മിക്കപ്പോഴും അടുത്ത സിനിമയുടെ വർക്ക് തുടങ്ങുമ്പോൾ യു ആർ ഫോഴ്സ്ഡ് ടു ഡിറ്റാച്ച് ഫ്രം ദി അതർ ക്യാരക്ടർ. ഇപ്പൊ തന്നെ വിലായത്ത് ബുദ്ധയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് എത്രയോ മാസങ്ങളായി. അതിനുശേഷം ഞാൻ മലയാളത്തിലും ഇപ്പോ തെലുങ്കിലും ഹിന്ദിയിലും ഓരോ സിനിമകളുടെ ഷൂട്ടിംഗ് തുടങ്ങി. അപ്പൊ ഞാൻ വേറെ 3 കഥാപാത്രങ്ങളെ കുറിച്ച് ഓൾറെഡി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ആ കഥാപാത്രത്തിൽ നിന്ന് ഞാൻ ഡിറ്റാച്ച്ഡ് ആണ്. എന്നിരുന്നാൽ പോലും എല്ലാ ക്യാരക്ടേഴ്സിനും നമുക്കുണ്ടാവും, നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് സബ് കോൺഷ്യസ് ലെയറിലേക്ക് നമ്മൾ ഇംബൈവ് ചെയ്ത ചില ക്വാളിറ്റീസ് ഉണ്ടാവും. ഇപ്പൊ വിലായത്ത് ബുദ്ധയില് ഇയാള് ത്രൂ ഔട്ട് മുറുക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ്. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അതിനുശേഷം ഞാൻ ചെയ്ത സിനിമയിൽ ആദ്യത്തെ 2-3 ദിവസം ഷൂട്ട് ചെയ്തപ്പോ ഇത് മറ്റാരും സ്പോട്ട് ചെയ്തില്ല എന്ന് തോന്നി. എനിക്ക് മോണിറ്ററിൽ ഞാൻ കാണുമ്പോ ഞാൻ ഈ ചുണ്ട് വെച്ചിട്ട് അതിപ്പോഴും ഞാൻ അറിയാതെ ചെയ്യുന്നുണ്ടോ ഇടയ്ക്ക് എന്ന് എനിക്ക് സംശയം തോന്നി. എന്നിട്ട് ഞാൻ ആക്ച്വലി ആ ഡയറക്ടറോട് പോയിട്ട് അതെ എനിക്ക് ഒന്നുകൂടെ ചെയ്യണം, അത് നല്ലതാണല്ലോ പക്ഷെ ഒന്നുകൂടെ ചെയ്യണം എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കുഴപ്പങ്ങള് എനിക്ക് സംഭവിക്കാറുണ്ട്. ജയിച്ചേട്ടാ, ഈ പോസ്റ്റ് ലോക നെക്സ്റ്റ് പടം, ഈ വലിയ ട്രെൻഡ് സെറ്ററിന് ശേഷം അടുത്ത സിനിമ, ഈ റെസ്പോൺസിബിലിറ്റിയുടെ വെയിറ്റ് കൂടുതലാണോ അത് ജയിച്ചേട്ടന് മാത്രമുള്ള ഒരു എക്സ്ട്രാ വെയിറ്റ് വേണോ? റെസ്പോൺസിബിലിറ്റി ഐ ആം എൻജോയിങ് വാട്ട് ഐ ഡു. അതാണ് അതിന്റെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ദാറ്റ്സ് വാട്ട് ഐ തിങ്ക്. അപ്പം അതിന്റെ സക്സസ് തീർന്നു. പിന്നെ ഇതിനകത്ത് ഒരു എക്സ്ട്രാ വെയിറ്റ് ശരിക്കും ഈ 4 വർഷത്തെ ജേർണി എന്ന് പറയുന്നത് ഇമോഷണൽ ആവാനുള്ള കാരണം സച്ചി എന്ന് പറയുന്ന ഒരാളുടെ പ്രസൻസ് ഈ പടത്തില്. കാരണം എന്റെ ലാസ്റ്റ് ഫോൺ കോൺവെർസേഷൻ സച്ചേട്ടനായിട്ടായിരുന്നു. ആൻഡ് ഹി വാസ് ടെല്ലിങ് മീ അബൌട്ട് ദിസ് ഫിലിം. ഈ പടത്തിനെ പറ്റി സംസാരിച്ചിട്ട് ജാപ്പനീസ് ട്യൂണിന്റെ കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് ഐഡിയാസും. പിന്നെ ജയൻ ഭായ് എന്റെ ഒരു ഡയറക്ടറിലുപരി എന്റെ അടുത്ത സുഹൃത്തും കൂടിയാണ്. അപ്പം പുള്ളിക്ക് ഇടയ്ക്ക് പടങ്ങൾ ചെയ്യണമെന്നുണ്ട്. ആ ഒരു ജേർണിയിൽ ഞാൻ പാട്ടായിരുന്നു. അപ്പൊ അതിന്റെ എല്ലാം കൂടെ അത് ഞാൻ ടീമിലുള്ള എല്ലാവർക്കും വളരെ പേഴ്സണൽ പ്രോജക്റ്റ് ആയിരുന്നു. സോ വി ആർ ഓൾ ആ കാര്യത്തിൽ ഇത് ഞാൻ നേരത്തെ ഒരു ഇവന്റിൽ പറഞ്ഞ പോലെ ഇതൊരു പെർസീവറൻസിന്റെ ഒരു സെലിബ്രേഷൻ ആണ്, ഒരു 4 വർഷത്തെ. ആ രീതിയിൽ more than excited among all the films. I think ഇതിന്റെ റിലീസും ഇതിന്റെ റിസൾട്ടിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഐ തിങ്ക് കാരണം ഞാൻ ബൈ പിന്നെ രാജുകൊണ്ടുള്ള എന്റെ സക്സസീവ് ആയിട്ടുള്ള കുറെ അസോസിയേഷൻ വിച്ച് ഇസ് ഓൾവേസ് സ്പെഷ്യൽ. അപ്പം പിന്നെ അയ്യപ്പനും ജയജയുടെ അടുത്തൊരു
ഉള്ളത് ഈ പറഞ്ഞ സിനിമയുടെ ഈ ഫ്രം സ്ക്രാച്ച് ടു ഉള്ള ജേർണി ഉണ്ടല്ലോ. ഈ ജേർണിയിൽ ഇപ്പൊ പൃഥ്വി വരുമ്പോഴുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഈ പറഞ്ഞ കംഫർട്ട് ഒക്കെ ഉണ്ട്. ഈ ലാർജ് സ്കെയിൽ സിനിമ എന്നുള്ളത് പലപ്പോഴും പലരും പറയാറുണ്ട്, ഈ പറഞ്ഞ സിനിമയുടെ വലിപ്പം അത് കൺസീവ് ചെയ്യുക, തിയേറ്ററിലെ ആളുകൾക്ക് ഡെലിവർ ചെയ്യാന്നുള്ളത്. അതില് എടുക്കുന്ന എഫേർട്ടിനെ പറ്റിയൊക്കെ പറയാറുണ്ട്. ഈ വിലായത്ത് ബുദ്ധിയുടെ കാര്യത്തിൽ ചോദിക്കുവാണെങ്കിൽ കംപ്ലീറ്റ് തിയേറ്റർ ഡിസൈൻ, ഈ ലാർജ് സ്കെയിൽ ഫോർമാറ്റ്, ഇതിന്റെ എല്ലാം ആ പ്രോസസ്സിൽ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. ഹാപ്പിയാണ്. നമുക്ക് എപ്പോഴും ഇനിയും നന്നാക്കാമായിരുന്നു എന്നുള്ള ചിന്തയാണ് ഉണ്ടാവുക. സ്കെയിൽ ഇവർ കണ്ടിട്ട് നമുക്ക് ആക്ച്വലി ഇതിന്റെ സ്കെയിൽ വലിപ്പം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലായിക്കൊള്ളുന്നില്ല. മറ്റുള്ളവർ കണ്ടും കൂടെ പറയുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കൊരു സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ട കാര്യങ്ങൾ സെറ്റ് ചെയ്യാന്നതിനപ്പുറത്തേക്ക് ഇതിന് ഭയങ്കര വലുതാക്കിയേക്കാന്ന് വിചാരിച്ച് വലുതാക്കുന്നില്ല. ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് തോന്നിയൊരു കാര്യം, അദ്ദേഹത്തിന്റെ ഈ ബെഞ്ച് മാർക്ക് ഓഫ് ആവറേജ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതൽ. ഒരു സാധനം ഇഷ്ടപ്പെടണമെങ്കിൽ ഭയങ്കര പാടാ. അപ്പൊ അതിൽ തന്നെ കുറെ പ്രശ്നങ്ങൾ പരിഹരിച്ചു, മനസ്സിലായോ? പിന്നെ അതിന്റെ കൊണ്ട് മുകളിലുള്ള ഒരു പെർഫെക്ഷൻ ആണ്. അപ്പൊ ആ ഒരു ബെഞ്ച് മാർക്ക് അങ്ങനെ പുള്ളിയുടെ ഇന്റേണൽ ഒരു എല്ലാം ഇതുപോലെ ഇതുപോലെ സോ ഈ ട്രൈസ് ടു പെർഫെക്റ്റ്. അതെല്ലാം സീൻ എക്സിക്യൂഷനിൽ നിങ്ങൾ നാളെ കാണുമ്പോൾ അത് ഒരുപാട് പറയുന്നതിലുപരി തൃപ്തിയുണ്ട്, പക്ഷെ കുറച്ചുകൂടെ സംതൃപ്തിയും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എടുത്തൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ മൾട്ടിപ്പിൾ സ്കെഡ്യൂളിലാണല്ലോ ഷൂട്ട് ചെയ്യേണ്ടത്. പല ടൈം ലൈനിലായിട്ട് ഈ ഒരു ടൈം ലൈൻ അഡാപ്റ്റ് ചെയ്യാൻ നോക്കുന്ന ഈ ക്യാരക്ടറായിട്ട് ഈ ക്യാരക്ടർ കൺസിസ്റ്റൻസി എന്നുള്ളത്. ആടുജീവിതത്തിൽ ഇത് ഇത്തരത്തിലൊരു അപ്രോച്ചും ഇതൊക്കെ ഉണ്ടായിരുന്നു. മോഹന്റെ കാര്യത്തില് ഈ എവിടെ പോയാലും തിരിച്ച് മോഹനിലോട്ട് തിരിച്ചെത്താന്നുള്ളത്, അത് ഈ പറഞ്ഞ പോലെ മോഹനെ എല്ലായിടത്തും കൊണ്ടു നടക്കുന്നുണ്ടോ, ഉള്ളിലുണ്ടോ, എങ്ങനെയാണ് ആ ഒരു പ്രോസസ്? അതിനൊരു ആക്ടർക്ക് ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് ഗ്രാഫ് ഡീറ്റെയിൽ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ ആർക്കാണ്. ഞാൻ പറഞ്ഞ തിരക്കഥയിൽ സ്ക്രിപ്റ്റില് വളരെ ക്ലിയർ ആയിട്ട് ഒരു കഥാപാത്രത്തിന്റെ ആർക്ക് ഡീറ്റെയിൽ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ കൺസീവ് ചെയ്യണമെന്ന് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ ഒരു സംവിധായകനുണ്ടെങ്കിൽ അത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതെനിക്ക് ആടുജീവിതത്തിലും ഉണ്ടായിരുന്നു, ഇതിലും എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഏത് സിനിമയ്ക്കല്ലേ എവിടെ പോയിട്ട് എത്ര വലിയ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴും നമ്മുടെ കയ്യിലുള്ള തിരക്കഥ ഒന്നുകൂടി ഓടിച്ച് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സീനുകൾ ഒന്നുകൂടി വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അത് കൃത്യം ഇങ്ങനെയാണ്, അപ്പൊ ഈ പോയിന്റ് അപ്പൊ അത് വളരെ ക്ലിയർ ആണ്. നേരെ മറിച്ച് ആ ക്ലാരിറ്റി ഇല്ലാത്ത ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ, ആ വിഷൻ ഇല്ലാത്തൊരു സംവിധായകന്റെ കീഴിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ, നമ്മളിപ്പോ ഇത് ഒരു ഗ്യാപ്പും ഇല്ലാതെ ഒരു ബ്രേക്കും ഇല്ലാതെ ഒറ്റയടിക്ക് ഷൂട്ട് ചെയ്താലും ആ ഗ്രാഫ് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോ എപ്പോഴും നമുക്ക് സംഭവിച്ചു കൊള്ളുന്നില്ല. അപ്പൊ അക്കാര്യത്തിൽ വിലായത്ത് ബുദ്ധിയുടെ കാര്യവും ആടുജീവിതത്തിന്റെ കാര്യവുമാണ് ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആയിരുന്നു. കാരണം റിട്ടേൺ മെറ്റീരിയൽ ആണെങ്കിലും ഇപ്പൊ വിലായത്ത് ബുദ്ധിക്ക് ജയനും ഇന്ദുഗോപനും രാജേഷും കൂടി എഴുതിയ തിരക്കഥയിൽ ഈ മോഹനൻ എന്ന് പറയുന്ന കഥാപാത്രം വളരെ ക്ലിയർ ഒരു ആർക്കുള്ള ഒരാളാണ്. അയാൾ ഈ തിരക്കഥയുടെ ഓരോ പോയിന്റിലും അയാളുടെ മാനസികാവസ്ഥ എങ്ങനെയാണ് എന്ന് വരെ ഡീറ്റെയിൽ ചെയ്തിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് എനിക്ക് എന്റെ ഡിസ്പോസൽ ഉണ്ടായിരുന്നു. ജയനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്യൂട്ട് ആയിട്ടുള്ള ക്യാരക്ടർ ഡീറ്റെയിലിനെ കുറിച്ച് വരെ ചിന്തിക്കുകയും അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് കൃത്യമായ ഒരു ഐഡിയ ഉള്ള സംവിധായകനും എനിക്കുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞാൻ നേരിട്ടേ ഇല്ല. അതുകൊണ്ട് വിലായത്ത് ബുദ്ധിയിൽ ഐ ഡോണ്ട് തിങ്ക് അത്തരം ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. പ്രേക്ഷകരും അവർക്കും അങ്ങനെ തോന്നട്ടെ. ഈ കമന്റ്സിലെല്ലാം ഒരുപാട് ആളുകൾ ഇതിന് എക്സൈറ്റ്മെന്റ് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴും ഭയങ്കര രസമുള്ളതായി തോന്നിയിട്ടുള്ളത്, ഈ റിലീസ് എടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ സിനിമയുടെ ടെക്നിക്കൽ ടീമിന്നോ ആർട്ടിസ്റ്റ് ടീമിന്നോ ആരെങ്കിലും ഒരാൾ പറയുന്ന ഒക്കെ ആയിരിക്കും ആളുകളെ തിയേറ്ററിലേക്ക് എത്തിക്കുന്നതിൽ ബൂസ്റ്റ് കൊണ്ടുണ്ട്. ഈ പോയിന്റിൽ കുറച്ച് മണിക്കൂറിന് ശേഷം കാര്യം നമ്മളെല്ലാം കാണാൻ പോവാണ്. അതിനു മുന്നേ ഓഡിയൻസിനോട് പറയാനുള്ള ബേസിക്കലി സിനിമ എന്തിനാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഫോർ എന്റർടൈൻമെന്റ്. എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന വാക്കിനെ നമ്മൾ പലപ്പോഴും അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് തിയേറ്ററിൽ ചിരിക്കുന്നതോ കൈയടിക്കുന്നതോ ആർത്തുല്ലസിക്കുന്നതോ മാത്രമാണ് എന്റർടൈൻമെന്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളെ ചിന്തിപ്പിക്കുന്നതും എന്റർടൈൻമെന്റ് ആണ്, നമ്മളെ അഫക്ട് ചെയ്യുന്നതും എന്റർടൈൻമെന്റ് ആണ്. ഇതൊക്കെ എന്റർടൈൻമെന്റ് ആണ്. ആ രീതിയിൽ എൻഗേജിങ് ആയിട്ടുള്ള എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു മെയിൻ സ്ട്രീം സിനിമയുടെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള സിനിമയാണ് വിലായത്ത് ബുദ്ധ. എന്നിരുന്നാൽ പോലും നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കമേഴ്ഷ്യൽ സിനിമയുടെ സ്ട്രക്ചറിങ്ങോ
കഥയോ നരേറ്റീവോ അല്ല. അത് ഈ പുസ്തകം വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. അതിനു പുറമെ ഇപ്പോ അനാർക്കലി അല്ലെങ്കിൽ അയ്യപ്പനും കോഷിയും സച്ചിയുടെ സിനിമകൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് അതാണ് സച്ചി ഇതിലേക്ക്